ചോദ്യപേപ്പർ ചോർച്ചകൾ അവസാനിക്കുന്നില്ല. ഇന്നാട്ടിലെ യുവാക്കൾ എല്ലാം മറന്നു തുടങ്ങിയെന്ന് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. മറ്റൊരു ഗുരുതര ക്രമക്കേടുകൾ കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നുണ്ട്. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകളെ ചൊല്ലിയുള്ള രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കിടയിലാണ് മറ്റൊരു ബോംബുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നിട്ടുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് രാജ്യം. സോഷ്യോളജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് 2.25 ലക്ഷം രൂപയ്ക്ക് വിറ്റതായും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ജൂൺ 30 നടന്ന സോഷ്യോളജി പരീക്ഷയിലെ ചോദ്യങ്ങളിൽ വ്യാപകമായ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും ഉണ്ടായിരുന്നതായി ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുലിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. നേരത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന വിഷയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ വിവാദ വിഷയം ഏറ്റെടുത്ത രാഹുൽ ഗാന്ധി മോദിക്കും NDA സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചാണ് പ്രതികരിച്ചത്. പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിരുന്നു. ഇതോടെ യുവാക്കളുടെ പ്രതിഷേധം അലിഞ്ഞില്ലാതാകും എന്ന NDA സർക്കാർ വിശ്വസിച്ചിരുന്നിടത്താണ് രാഹുൽ രണ്ടാമത്തെ ബോംബ് ഇട്ടിരിക്കുന്നത്. UGC നെറ്റ് പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് 100 പേജുള്ള ഒരു PDF പ്രചരിച്ചിരുന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ PDF NDAയുടെ പക്കൽ മാത്രം ഉണ്ടാകേണ്ട ഒന്നാണ്. ഇതിൽ ഏകദേശം 90 ചോദ്യങ്ങൾ യഥാർത്ഥ സോഷ്യോളജി ചോദ്യപേപ്പറുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ട്. ഇതേ ചോദ്യപേപ്പർ ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ 2.25 ലക്ഷം രൂപയ്ക്കാണ് വിറ്റഴിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. CSIR നെറ്റ്, HDED, ADA തുടങ്ങിയ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തുന്നതിന് പിന്നിലും ഇതേ മാഫിയ തന്നെയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. നീറ്റിലും നെറ്റിലും തുടർച്ചയായി അഴിമതികൾ നടന്നിട്ടും മോദി സർക്കാർ കണ്ണടച്ചിരുട്ടാക്കുകയാണെന്നും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് ഈ സർക്കാർ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമമായ ദൈനിക് ഭാസ്കർ പുറത്തുവിട്ട റിപ്പോർട്ടും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ റോഹ്തക്കിൽ 2 വിദ്യാർത്ഥി നേതാക്കൾ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് ഉദ്യോഗാർത്ഥികളെ പഠിപ്പിച്ച ചോദ്യങ്ങളുടെ 2 സെറ്റുകളിൽ ഒന്ന് യഥാർത്ഥ ചോദ്യപേപ്പറുമായി പൂർണ്ണമായും ഒത്തുപോകുന്നതാണെന്ന് ദൃശ്യങ്ങൾ സഹിതം ഇവർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളിൽ പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അതേസമയം സോഷ്യോളജി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ചോദ്യപേപ്പറിന്റെ നിലവാരമില്ലായ്മയ്ക്കെതിരെ കടുത്ത അമർഷത്തിലാണുള്ളത്. ചോദ്യപേപ്പറിൽ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും കൃത്യമല്ലാത്ത വാചകങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിട്ടുണ്ട്. പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ പേരുകൾ പോലും തെറ്റായാണ് ചോദ്യപേപ്പറിൽ അച്ചടിച്ചിരിക്കുന്നത്. പരീക്ഷയിൽ 50% ചോദ്യങ്ങളും ഭയാനകമായ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും നിറഞ്ഞതായിരുന്നുവെന്നും സിലബസിന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നും AI നിർമ്മിത ചോദ്യങ്ങളാണോ ഇതെന്നും ഉദ്യോഗാർത്ഥികൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആകെ വന്ന 150 ചോദ്യങ്ങളിൽ 67 എണ്ണവും മുൻ വർഷത്തെ പരീക്ഷയിലേതിന് സമാനമാണെന്നും ഓപ്ഷനുകളുടെ ക്രമം പോലും മാറ്റിയിരുന്നില്ല എന്നും മറ്റൊരു ഉദ്യോഗാർത്ഥി ആരോപിച്ചിരുന്നു. പിന്നാലെ സത്യം അന്വേഷിച്ചിറങ്ങിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2 ആഴ്ച സമയമെടുത്താണ് വിവാദ വിഷയത്തിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്നുറപ്പാണ്. രാഹുലിന്റെ വാക്കുകൾ രാജ്യത്തെ യുവാക്കൾ ഒരേ മനസ്സോടെ ഏറ്റെടുക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിന്റെ കാഹളം അങ്ങ് ദില്ലിയിൽ മുഴങ്ങി തുടങ്ങിയിട്ടുണ്ട്.